പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ ആദ്യ 2 ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. സാന്ദ്ര കാറിൽ നിന്നിറങ്ങി തമ്പികളുടെ വീട്ടിലേക്ക് നീണ്ടുകിടക്കുന്ന പൂഴി വിരിച്ച റോഡിലൂടെ അകലെ നിൽക്കുന്ന വലിയ വീടിന്റെ മുറ്റത്തേക്ക് ബൈനോക്കറിലൂടെ നോക്കി. എന്തായി ചേച്ചി, അറസ്റ്റാണോ? നോ, വേറെ എന്തോ ആണ്. ചിലപ്പോ ചോദ്യം ചെയ്യലായിരിക്കും. നിങ്ങളൊരു പണി ചെയ്യേ, തിരിച്ച് കവലയിലേക്ക് ചെന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് ആശുപത്രിയിലേക്ക് വിട്ടു. എനിക്ക് ആ വീട്ടിൽ കുറച്ച് പണിയുണ്ട്. കുട്ടികൾ മൂവരും മറുത്തൊന്നും പറയാതെ കാറിൽ നിന്നിറങ്ങി. സാന്ദ്ര നൽകിയ പൈസയും വാങ്ങി കവലയെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അവർ കണ്ണിൽ നിന്ന് മറഞ്ഞതും സാന്ദ്ര തിരികെ കാറിനുള്ളിലേക്ക് കയറി തമ്പിയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. എന്നാലും ചേച്ചി നമ്മളെ നൈസായിട്ട് ഒഴിവാക്കി കളഞ്ഞല്ലോ. അനീഷിന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജന പറഞ്ഞു. എടാ മണ്ട, നമുക്ക് അപകടമൊന്നും പറ്റാതിരിക്കാനാ ചേച്ചി അങ്ങനെ ചെയ്തത്. കേസൊക്കെ തെളിയിക്കാൻ സമയമെടുക്കും. അപ്പോ നമ്മൾ സേഫായിട്ടിരിക്കാൻ ഇങ്ങനെ ചിലതൊക്കെ കാണേണ്ടി വരും. അതൊക്കെ പോട്ടെ, നീ എന്തോ കാത്തിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ കെവിനെ, എന്തായിരുന്നു അത്? സഞ്ജനയുടെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് പതർച്ചയോടെ കെവിൻ പറഞ്ഞു. അല്ലടി, നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. നീ പോയി കൊന്നാൽ പിന്നെ ഞങ്ങൾ കൂടുതൽ ഉള്ളല്ലേ മോനെ. ഞങ്ങളെന്നല്ല നീ പറഞ്ഞത്. കാര്യം പറയടാ മരപ്പട്ടി. കെവിന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് സഞ്ജന ആക്രോശിച്ചു. റോഡിനരികിലുണ്ടായിരുന്ന മയിൽക്കുറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് അനീഷ് ഇരുവരുടെയും പ്രകടനം ചിരിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് പൊളിയുന്ന കെവിനെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് അവൾ കൂടുതൽ ബലം പ്രയോഗിച്ചു. വിടടി, എടി വിടാൻ. നാട്ടുകാര് കാണും. നാണം കെടുത്തല്ലേടി. കൈവിട്ടാ പറയാം. അപ്പോ എന്തോ കള്ളത്തരമുണ്ടല്ലോ. പറയാതെ വിടത്തില്ലടാ മരപ്പട്ടി. അനീഷ് മെല്ലെ കുറ്റിയിൽ നിന്നെഴുന്നേറ്റ് സഞ്ജനയുടെ പിടിവിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ കൊന്നാൽ അവൻ പറയത്തില്ല. അവന് നിന്നെ ഇഷ്ടാടി. അത് കേട്ടതും പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് സഞ്ജന കെവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ തല ഉയർത്താതെ റോഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അവൾ മെല്ലെ പിടുത്തം വിട്ടതും കെവിൻ റോഡിലേക്ക് ഇരുന്നു കൊണ്ട് കിതയ്ക്കാൻ തുടങ്ങി. സത്യാണോ? അവന്റെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് സഞ്ജന ചോദിച്ചു. കെവിൻ അവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റ് നിന്ന ശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് പോകുമോ എന്ന് പേടിച്ചിട്ടാ പറയാഞ്ഞേ. ഈ സുന്ദരിപ്പുഴയാണേ സത്യം. ഐ ലവ് യു. ചെറു പുഞ്ചിരിയോടെ സഞ്ജന അവന്റെ കൈവിരലുകളെ തലോടിയ ശേഷം തന്റെ കൈകൾ അതിനോട് കുരുത്തു. ഇങ്ങനെ നിന്നാ മതിയോ കാമുക? നമുക്ക് വല്ലതും കഴിക്കണ്ടേ? ആശുപത്രിയിലേക്ക് ഫുഡ് കൊണ്ട് ചെല്ലണ്ടേ? അതോ എന്നെ മറന്നോ രണ്ടാളും? അനീഷിന്റെ ചോദ്യം കേട്ട് ദേഷ്യത്തോടെ സഞ്ജന അവന്റെ കവിളിലൊന്ന് കൊടുത്ത ശേഷം തന്റെ മറുകയിൽ അവന്റെ കൈയും കൊരുത്തുകൊണ്ട് പറഞ്ഞു. മേല പറഞ്ഞേക്കരുത്. നിങ്ങൾ രണ്ടാളും എന്റെ കൂട്ടുകാരായിരുന്നില്ലേ ഇത്രനാൾ? ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ലവ് ഒക്കെ സൈഡ്, ഫ്രണ്ട്ഷിപ്പ് മുഖ്യം. നടക്ക്. എനിക്കും വിശന്നു തുടങ്ങി. കൂട്ടുകാർ മൂവരും തോളത്ത് കൈയുമിട്ടുകൊണ്ട് കവല ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കാറിൽ നിന്നിറങ്ങിയ സാന്ദ്രയെ കണ്ടതും പോലീസുകാർ മുഖം ചുളിച്ചു. ശേഖരൻ തമ്പി വല്ലാത്തൊരാവേശത്തോടെ തന്റെ കണ്ണുകളാൽ അവളുടെ ശരീരമാകെ ഒഴിയാൻ തുടങ്ങി. അപ്പോ പറഞ്ഞത് മറക്കണ്ട മുതലാളി, ഞങ്ങൾ ഇറങ്ങുക. ശേഖരൻ തമ്പി അവരെ നോക്കി തലകുലുക്കിയ ശേഷം പുഞ്ചിരിയോടെ സാന്ദ്രയെ എതിരേറ്റു. പടിക്കെട്ടുകൾ കയറി വന്ന സാന്ദ്രയെ നോക്കി പുഞ്ചിരിച്ചെന്ന് വരുത്തിയ ശേഷം പോലീസുകാർ പുറത്തേക്കിറങ്ങി ജീപ്പ് സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീങ്ങി. എന്താണ് കൊച്ചേ, രാവിലെ തന്നെ ഈ വഴിക്ക്? ഇപ്പോ വന്നതാണോ കുറ്റം? തമ്പിച്ചേട്ടനല്ലേ പറഞ്ഞത് സമയം കിട്ടുമ്പോ വിരുന്നുണ്ണൻ വരണമെന്ന്? കൂടെയുണ്ടായിരുന്ന പിള്ളേരൊക്കെ എന്തിയേ? അവരെ ഞാൻ ഒഴിവാക്കി. അല്ലെങ്കിലും തമ്പിച്ചേട്ടൻ വിളിച്ചത് എന്നെയല്ലേ, അവരെയല്ലല്ലോ. സാമർത്ഥ്യക്കാരി. സാന്ദ്രയെ നോക്കി കുലുങ്ങി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇവിടെ ഉള്ളവരൊക്കെ എന്തിയേ? രാവിലെ ഓരോ പണിയല്ലേ കൊച്ചേ. വാ, അകത്തേക്കിരിക്കാം. അതിഥികൾക്ക് ഞങ്ങൾ പുറത്തു വെച്ച് ഭക്ഷണം കൊടുക്കാറില്ല. സാന്ദ്ര പോക്കറ്റിലേക്ക് കൈയിട്ട് തന്റെ പേന അവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വിശാലമായ അകത്തളങ്ങളിലേക്ക് കടന്നു. പിന്നാലെ അവളുടെ നിതംബത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ശേഖരൻ തമ്പിയും. ആവി പറക്കുന്ന ചായ ഗ്ലാസിൽ തലോടിക്കൊണ്ട് സാന്ദ്ര തനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തമ്പികളെ ഇടയ്ക്കിടെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. 2 ഇഡലി കൂടി വെക്കട്ടെ മോളെ? സുമംഗലയുടെ ചോദ്യത്തിന് വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ട് സാന്ദ്ര ചായ മൊത്തിക്കുടിക്കാൻ തുടങ്ങിയതും അവളുടെ നോട്ടം ശേഖരൻ തമ്പിയിരുന്ന കസേരയുടെ പിടിയിൽ ചാരിവെച്ചിരുന്ന വോക്കിംഗ് സ്റ്റിക്കിലേക്ക് പതിഞ്ഞു.
അതെന്താ തമ്പിച്ചേട്ടാ? ആ വടിയുടെ അറ്റത്തൊരു രൂപം. ശേഖരൻ തമ്പി തന്റെ ഇടതുകൈ നീട്ടി വടിയെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. പരുന്താണ്. ഞങ്ങളുടെ പാരമ്പര്യ സ്വത്തിലൊന്നാണ് ഈ വടി. മുത്തച്ഛൻ അച്ഛനു കൊടുത്തു. അച്ഛൻ എനിക്ക് തന്നു. ഞങ്ങളുടെ അധികാരത്തിന്റെ ഒരു അടയാളം. അന്നൊക്കെ മരുമക്കത്തായമല്ലായിരുന്നോ? പിന്നെങ്ങനെയാ ഇത് തമ്പിച്ചേട്ടൻ പറഞ്ഞതുപോലെ കൈമാറി കിട്ടുന്നത്? എല്ലാം അറിയാലോ. പക്ഷേ ഈ തറവാട്ടിലെ അധികാര കൈമാറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിവുണ്ടെന്ന് തെളിയിക്കണം. യോഗ്യത വേണം. അതിപ്പോ മണ്ണിലായാലും പെണ്ണിലായാലും. സാന്ദ്രയുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് ശേഖരൻ മറുപടി പറഞ്ഞു. ഓഹോ, അപ്പോ ജീവനുണ്ടായിരുന്നെങ്കിൽ ആ വടി ഒരുപാട് കഥകൾ പറഞ്ഞേനെ അല്ലേ? തമ്പിച്ചേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. സാധിച്ചു തരാമോ? അതെന്ത് ചോദ്യമാ മോളെ? നീ ചോദിക്കേ. സുമംഗലയുടെ പ്രോത്സാഹനം സാന്ദ്രയുടെ ആവേശത്തെ ഉന്നതിയിലെത്തിച്ചു. ശേഖരൻ തമ്പിയുടെ കാതുകൾ അവളുടെ അധരങ്ങളിൽ നിന്ന് ഉതിരാൻ വെമ്പുന്ന വാക്കുകൾക്കായി അക്ഷമ പൂണ്ടു. ഞാൻ പട്ടണത്തിലൊക്കെ താമസിക്കുന്ന ആളാ. ആദ്യമായിട്ടാ ഇത്രയും പഴക്കവും പെരുമയുമുള്ളൊരു വീട്ടിലേക്ക് വന്നു കയറുന്നത്. എനിക്ക് ഈ വീടും പറമ്പും ഒക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണണം. പിന്നെ പറ്റുമെങ്കിൽ ഇവിടത്തെ ഒരു മുറിയിൽ ഒരു രാത്രി ഒന്ന് ഉറങ്ങണം. അവൾ അവസാനം പറഞ്ഞ വാചകത്തിൽ തന്നെ ആ മൂന്നാണുങ്ങളുടെയും മനസ്സ് ഉടക്കി നിന്നു. ഹോ, അത്രയുള്ളോ? അതിനിപ്പോ എന്താ? ഈ 2 കൊശവന്മാരും മോളുടെ കൂടെ വരും വഴി കാണിക്കാൻ. സുമംഗലയുടെ വാക്കുകൾ കേട്ട് സുരേന്ദ്രനും ബാലചന്ദ്രനും പരസ്പരം നോക്കി നെറ്റിച്ചുറിച്ചു. സുമംഗലേ, പിള്ളേർ വഴക്കാകും. ഒരു പണി ചെയ്യാം. സുരേന്ദ്രൻ മോളെ കൂട്ടി പറമ്പൊക്കെ കാട്ടിക്കൊടുക്കട്ടെ. ബാലചന്ദ്രൻ വീടും. അത് മതി തമ്പിച്ചേട്ടാ. പിന്നൊരു കാര്യം, കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാനങ്ങ് പോകും. കുറച്ച് പണിയുണ്ട്. അത് തീർത്തിട്ട് അത്താഴത്തിന് ഇങ്ങെത്താം. എന്നാ പിന്നെ ഞാൻ എഴുന്നേറ്റോട്ടെ. സാന്ദ്ര മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കള ഭാഗത്തെ പൈപ്പ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. പിന്നാലെ സുമംഗലയും. എടാ കൊശവന്മാരെ, അവൾ എന്തിനും തയ്യാറാണെന്ന് കരുതി ഇപ്പോഴേ ആക്രാന്തം കാണിക്കരുത്. ആ പോലീസുകാർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് വിസ്തരിച്ചങ്ങ് കാണിക്കാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് പുരയുടെ അകത്ത്. ശേഖരൻ തമ്പി പറഞ്ഞത് അവരിരുവരും തലകുലുക്കി സമ്മതിച്ച ശേഷം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പിന്നാമ്പുറത്തേക്ക് നടക്കാൻ ആരംഭിച്ചു. അതിലൊന്നും ചെയ്യല്ലേ ബാല. ഞാനിത് എന്തുവാണെന്ന് നോക്കിയതാ. നല്ല തിളക്കമുണ്ടല്ലോ. സ്വർണ്ണാണോ? അതെ, സ്വർണ്ണാണ്. അതിന്റെ ഉള്ളിൽ മേപ്പാടൻ തിരുമേനി എഴുതിയ രക്ഷയാണ്. ദുഷ്ടശക്തികളിൽ നിന്ന് ഈ വീടിനെ സംരക്ഷിച്ചു നിർത്തുന്നത് ആ രക്ഷയാണ്. ഈ കാലത്തും നിങ്ങളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ഗോൾഡ് പ്ലേറ്റ് ഈ വീടിനെ രക്ഷിക്കുന്നു എന്നൊക്കെ മോശം തന്നെ ബാല. ബാലചന്ദ്രൻ മെല്ലെ അവളെ സമീപിച്ച് തന്റെ കൈ സാന്ദ്രയുടെ കൈകളെ തൊടുന്ന രീതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഈ വീടിന്റെ 4 മൂലയ്ക്കും ഓരോന്നുണ്ട്. പഴയ ആളുകളുടെ വിശ്വാസല്ലേ. ഞങ്ങളിതിനെ എതിർക്കാനൊന്നും പോയില്ല. എന്തൊക്കെ വന്നാലും കെട്ടിത്തൂക്കിയ ഒരു കുഞ്ഞുകുടവും അതിനുള്ളിൽ പട്ടിൽ പൊതിഞ്ഞിട്ടേക്കുന്ന സ്വർണ്ണത്തകിടും. അതവിടെ കിടന്നാൽ ആർക്കാ ഛേദം? ബാലചന്ദ്രൻ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് അല്പം മുന്നിലേക്ക് കുനിഞ്ഞ് വീടിന്റെ തെക്കേ മൂലയിലേക്ക് നോട്ടമെറിഞ്ഞു. അല്പം താഴേക്ക് മാറിയ വസ്ത്രത്തിനിടയിലൂടെ എന്തെങ്കിലും കാണാനാകുമോ എന്ന മോഹവുമായി കള്ളനോട്ടം നോക്കിയ ബാലചന്ദ്രന് നിരാശയായിരുന്നു ഫലം. അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിവർന്നു നിൽക്കാൻ ശ്രമിച്ചതും പിന്നിലേക്കാഞ്ഞു. ഉടനെ ബാലൻ തന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റി വീഴാതെ പിടിച്ചു. സാന്ദ്ര തെല്ലും എതിർപ്പ് പ്രകടിപ്പിക്കാതെ നിവർന്നു നിന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരുന്നു. ഉയർന്നു താണുകൊണ്ടിരുന്ന അവളുടെ മാരടങ്ങൾ ബാലചന്ദ്രനിൽ ആവേശം ജനിപ്പിച്ചു. അയാൾ അവളെ ഇറുകി പുണർന്നു. ആലിംഗനത്തിന്റെ ആലസ്യത്തിൽ മുഴുകി നിന്ന ബാലചന്ദ്രൻ സാന്ദ്രയുടെ കൈകൾ തന്റെ പിന്നിലേക്ക് നീളുന്നതും തന്നെ വട്ടം ചുറ്റിക്കുന്നതും കണ്ണടച്ച് ആസ്വദിച്ചു നിന്നു. സാന്ദ്ര തന്റെ കൈ നീട്ടി സ്വർണ്ണക്കുടത്തിൽ നിന്ന് പട്ടിൽ പൊതിഞ്ഞ രക്ഷയെടുത്ത് പോക്കറ്റിലേക്ക് നിക്ഷേപിച്ച ശേഷം അയാളുടെ പിടി വിടുവിച്ചു. ഇവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ. സമയം പോകുന്നു മാഷേ. ബാലചന്ദ്രൻ അവളെ നോക്കി പുഞ്ചിരിച്ച ശേഷം വീടിന്റെ മറുഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. തന്റെ വസ്ത്രത്തിലെ ചുളിവ് മാറ്റിയ ശേഷം സാന്ദ്ര അയാളെ അനുഗമിക്കാൻ തുടങ്ങി. വീടിന്റെ മുക്കുമൂലയും കയറിയിറങ്ങുമ്പോഴും ബാലചന്ദ്രന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞുകൊണ്ടിരുന്നു. സാന്ദ്ര എതിർപ്പൊന്നും കൂടാതെ അയാളുടെ പ്രവർത്തികൾക്ക് വഴങ്ങി നിന്നുകൊണ്ട് ആ വീടിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന തകിടുകളെല്ലാം സമർത്ഥമായി കൈക്കലാക്കി പോക്കറ്റിലേക്ക് നിക്ഷേപിച്ച ശേഷം അയാളെ നോക്കി പറഞ്ഞു. അല്ല,
അപ്പോഴെല്ലാം ഒരു ഹഗ്ഗിൽ തീർക്കുവാണോ? അത്താഴം കഴിഞ്ഞാലും സമയമുണ്ടല്ലോ ബാല, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. അയാളുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് തന്നോടടുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞ ശേഷം പിടിവിട്ടുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ആ വിശാലമായ മുറ്റത്ത് നിന്ന് സാന്ദ്ര ആ വീടിന്റെ ചിത്രം തന്റെ ഫോണിൽ പകർത്തിയ ശേഷം പറമ്പിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന സുരേന്ദ്രൻ തമ്പിയെ സമീപിച്ചു. അവൾ അവനൊപ്പം മരങ്ങൾക്കിടയിലൂടെ നടക്കാൻ ആരംഭിച്ചു, ഒപ്പം ചിത്രങ്ങൾ പകർത്താനും. ഇവിടുന്ന് റോഡ് വരെയുള്ള ഭാഗം മുഴുവൻ ഞങ്ങളുടേതാ. കാടുകയറി കിടക്കുമായിരുന്നു. അച്ഛനാണ് അതെല്ലാം വെട്ടിത്തെളിച്ച് റബ്ബറും കുരുമുളകും ഒക്കെ കൃഷി തുടങ്ങിയത്. അതിനു മുൻപ് സകലമാന പറമ്പിലും കൃഷിയുണ്ടായിരുന്നു. പക്ഷേ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ടുപോയി. പഴയ ഭരണമായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഈ നാടിനെ അടക്കി ഭരിക്കേണ്ടവരാ. അല്ല, ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ്. തമ്പികളെ അങ്ങനെയൊന്നും തോൽപ്പിക്കാനാകില്ലെന്ന് ആളുകൾക്കറിയാം. സുരേന്ദ്ര, ഈ അരുവി ഏതാ? ഓ, ഇതാണ് കൊച്ചുസുന്ദരി പുഴ. ഈ പറമ്പിന്റെ അങ്ങേയറ്റത്ത് ഒരു മല കാണുന്നില്ലേ? അവിടെ നിന്നാണ് തുടക്കം. ഇതുവഴി ഒഴുകി സുന്ദരിപ്പുഴയിൽ ചെല്ലും. സുരേന്ദ്രൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കുന്നതിനിടയിൽ സാന്ദ്ര കാലുവഴുതി കൊച്ചുസുന്ദരി പുഴയിലേക്ക് പതിച്ചു. മുട്ടോളം മാത്രമേ വെള്ളമുണ്ടായിരുന്നുവെങ്കിലും അത് അവളെ ആകെ നനച്ചു. സാന്ദ്ര പൊടുന്നനെ ചാടിയെഴുന്നേറ്റ് പോക്കറ്റിലിരുന്ന ഫോൺ പുറത്തേക്കെടുത്തു നോക്കി. ഭാഗ്യം, വലിയ കുഴപ്പമൊന്നുമില്ല. ഫോൺ വലതു കൈയിൽ മുറുകെ പിടിച്ച ശേഷം അവൾ സുരേന്ദ്രന്റെ കയ്യിൽ പിടിച്ച് കരയിലേക്ക് കയറി. ആകെ നനഞ്ഞു നിന്ന അവളുടെ ശരീരത്തോട് ആ വസ്ത്രം ഒട്ടി നിന്നിരുന്നു. കോപ്പ്, ഒന്നും അങ്ങ് ശരിയായില്ലല്ലോ. അവളുടെ പിന്നിലായി നടന്നുകൊണ്ടിരുന്ന സുരേന്ദ്രൻ പെറുപെറുത്തുകൊണ്ട് സാന്ദ്രയുടെ നിതംബത്തിലേക്ക് നോക്കി നാവുകൊണ്ട് ചുണ്ടു നനച്ചു. സാന്ദ്ര അതിവേഗം നടന്നു ചെന്ന് കാറിൽ നിന്ന് ബാഗുമെടുത്ത് പിന്നാമ്പുറത്തെ ടോയ്ലറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു. അവളുമെല്ലെ ടോയ്ലറ്റിനുള്ളിൽ പ്രവേശിച്ച ശേഷം സുദീർഘമായൊന്ന് നിശ്വസിച്ചുകൊണ്ട് പോക്കറ്റിലിരുന്ന രക്ഷകളെടുത്ത് ടോയ്ലറ്റിനുള്ളിലേക്ക് നിക്ഷേപിച്ചു. തന്റെ നനഞ്ഞ വസ്ത്രങ്ങൾ ഊരി ടോയ്ലറ്റിന്റെ വാതിലേക്ക് ഇട്ട ശേഷം അവൾ പുതുവസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞുകൊണ്ട് മെല്ലെ പുറത്തേക്കിറങ്ങി അടുക്കളയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പറഞ്ഞു, സുമംഗല ചേച്ചി, എന്റെ നനഞ്ഞ ഡ്രസ്സ് ഞാനിവിടെ ഇട്ടേക്കുവാണേ. ആ, കുഴപ്പമില്ല മോളെ, അത് ഞാൻ വിരിച്ചോളാം. അവൾ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് ചെന്ന് ശേഖരൻ തമ്പിയോട് വിട പറഞ്ഞ ശേഷം മുറ്റത്തേക്കിറങ്ങി. വൈകിയാലും ഞാൻ വരും തമ്പിച്ചേട്ടാ. നേരത്തെ കഴിച്ച് കിടന്നുകളയല്ലേ. ഗരുഡൻ കെട്ടിയ വടി കയ്യിലിട്ട് കറക്കിക്കൊണ്ട് ശേഖരൻ തമ്പി മെല്ലെ തലയാട്ടി. അയാളെ നോക്കി കീഴ്ച്ചോണ്ട് കടിച്ചുകൊണ്ട് അവൾ കാറിനുള്ളിലേക്ക് കയറി. അയാൾ നോക്കി നിൽക്കെ അവൾ അതിവേഗം പ്രധാന പാത ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. ലക്ഷ്യമില്ലാതെ അവളിങ്ങോട്ട് വന്നു കയറില്ല. കളി ഏതുവരെ പോകുമെന്ന് നോക്കാം. പെറുപെറുത്തുകൊണ്ട് അയാൾ അകത്തേക്ക് പ്രവേശിച്ചതും സാന്ദ്രയുടെ അടിവസ്ത്രങ്ങളുമായി സുരേന്ദ്രൻ ഹാളിലേക്ക് കടന്നു വന്നു. ഹോ, എന്തോ നട ഇത്. അവളിങ്ങ് വരുമല്ലോ, പിന്നെന്താ ഇത്രയ്ക്ക് ആക്രാന്തം? സുരേന്ദ്രൻ നിരാശയോടെ അതെല്ലാം വലിച്ചെറിഞ്ഞു. കോപ്പിലെ തമ്പികള്, നീയൊക്കെ തീരാൻ ഇനി അധികം സമയമില്ലട നായ്ക്കളെ. നനവ് മാറിയ ഫോണിൽ തെളിഞ്ഞു നിന്ന ആ വീടിന്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് സാന്ദ്ര മന്ത്രിച്ചു. സാന്ദ്രയുടെ കാർ ഗേറ്റും കടന്ന് ആശുപത്രിക്ക് മുന്നിലേക്ക് കയറി. വണ്ടി പാർക്ക് ചെയ്ത ശേഷം താക്കോലും കയ്യിൽ കറക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ചേച്ചി, സാന്ദ്ര ചേച്ചി, ഇങ്ങോട്ട് നോക്ക്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും ഒരു ഓട്ടോയുടെ അരികിൽ നിന്നിരുന്ന സഞ്ജന അവളെ കൈയുയർത്തി വീശി കാണിച്ചു. എന്താ ഇവിടെ നിൽക്കുന്നേ? സഞ്ജനയെ സമീപിച്ചുകൊണ്ട് സാന്ദ്ര ചോദിച്ചു. കെവിന്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു. ദേ നോക്ക്, വണ്ടിയിൽ ഇരിപ്പുണ്ട്. സാന്ദ്ര കുനിഞ്ഞ് ഓട്ടോയുടെ ഉള്ളിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോ എങ്ങനെയുണ്ട് ചേട്ടാ? ഓ, എന്നാ പറയാനാ സാറേ, ഇങ്ങേർക്ക് ഇവിടെ കിടപ്പുറക്കണ്ടേ. കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ. എങ്കിലും ഒരു പേടി. ഈ നാട്ടിൽ പേടിക്കേണ്ടത് തമ്പികളെയാ. പോലീസുകാർ പോലും അയാക്കടെ കൂടെയല്ലേ. മറിയത്തിന്റെ സംസാരം പിടിക്കാതെ വർഗീസ് പെറുപെറുത്തു. അവരെവിടെ? സാന്ദ്ര മുഖം തിരിച്ച് സഞ്ജനയെ നോക്കി ചോദിച്ചു. അവന്മാർ അകത്തു കാണും. എന്തോ ഒരു മരുന്ന് കുറിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങാൻ ക്യൂവിൽ കയറിയിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ അവർ വീട്ടുകാരെ നോക്കട്ടെ. നമുക്കൊരിടം വരെ പോണം. നീ ഫ്രീ ആണോ? സാന്ദ്ര അത് ചോദിക്കാൻ കാത്തുനിന്ന പോലെ സഞ്ജന തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ഓട്ടോയിലിരുന്നവരോട് വിട പറഞ്ഞുകൊണ്ട് കാറിനരികിലേക്ക് നടക്കാൻ തുടങ്ങി. പറ ചേച്ചി, എന്തായി കാര്യങ്ങൾ? എന്തിനാ പോലീസ് വന്നത്? എവിടേക്കെന്നില്ലാതെ സുന്ദരിപ്പുഴയുടെ തീരത്തെ റോഡിലൂടെ പുഴയ്ക്കെതിരെ നീങ്ങിക്കൊണ്ടിരുന്ന കാറിലിരുന്ന് സഞ്ജന ചോദിച്ചു.
പോയിട്ടെന്താ, ഒന്നും ആയില്ല. അവന്മാര് പഠിച്ച കള്ളന്മാരാ. ഒന്നും അങ്ങ് വിട്ടു പറഞ്ഞില്ല. ഒടുക്കം ഞാൻ ആ വീടും പറമ്പും ചുറ്റിക്കാണണമെന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ടു. ഒരു അൺഒഫീഷ്യൽ റെയ്ഡായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയും പണി കിട്ടി. ആ വീടും പറമ്പും ചുറ്റിക്കണ്ടതല്ലാതെ എനിക്കൊന്നും കിട്ടിയില്ല. മർഡർ വെപ്പൺ ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കിച്ചാലോ? തെളിവുകളും ഉണ്ടാക്കാം. ചേച്ചി എന്തു പറയുന്നു? സാന്ദ്ര കൈനീട്ടി സഞ്ജനയുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഈ തലനിറയെ കുരുട്ടുബുദ്ധിയാണല്ലോ. നീ പറഞ്ഞ കാര്യം ചെയ്യാവുന്നതാണ്. പക്ഷേ കോടതിയിലെത്തുമ്പോൾ അത് നമ്മളെ തിരിഞ്ഞുകൊത്തും. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് ബോൺ ക്രിമിനലാണെങ്കിൽ ഒരുപാട് സൂക്ഷിക്കണം. സാന്ദ്ര വാഹനത്തിന്റെ വേഗത കുറച്ച് റോഡിനരികിലേക്ക് ചേർത്ത് നിർത്തിയ ശേഷം കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഡോറിന്റെ ചില്ല് താഴ്ത്തി തല വെളിയിലേക്ക് ഇട്ടുകൊണ്ട് സഞ്ജന പുഴയിലേക്ക് നോക്കി പല്ലിറുമ്മി. സഞ്ജു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒട്ടും ആലോചിക്കാതെ ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യം പറയണം. ഓക്കെ ചേച്ചി, ഇത് ഞാൻ പൊളിക്കും. ഡെഡ് ബോഡി ആദ്യം കണ്ടത് കെവിന്റെ അച്ഛൻ. പോലീസ് അറിഞ്ഞത് നേരം വെളുത്തിട്ട്. മരണകാരണം ഗ്യാങ് റേപ്പ്. മരിച്ചത് അലങ്കൃത ചേച്ചി. മിസ്സിംഗ് കേസ് വന്നത് ടൗണിലെ സ്റ്റേഷനിൽ. കേസ് കൊടുത്തത് അത് ഹോസ്റ്റൽ അല്ല, ജോലി ചെയ്ത സ്ഥലം അല്ല, അറിയില്ല. അതാണ് നമ്മൾ മിസ്സാക്കിയ പോയിന്റ്. ഈ ഗ്രാമത്തിലെ ഒരാൾ കാണാതായാൽ ഇവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ എന്തിന് പട്ടണത്തിലെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം? അത് പിന്നെ ഇവിടുത്തെ പോലീസുകാരൊക്കെ തമ്പിയുടെ ശിങ്കടികളാണല്ലോ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ പോലീസുകാർ മരണവിവരം അറിയിക്കുന്നതുവരെ അലങ്കൃതയുടെ വീട്ടുകാർ എന്തിനാ മിണ്ടാതിരുന്നത്? ബോഡിക്ക് 2 ആഴ്ചത്തെ പഴക്കമുണ്ടായിരുന്നല്ലോ. കൂടാതെ വെട്ടി പീസ് പീസാക്കിയതുകൊണ്ട് എങ്ങനെ തിരിച്ചറിയാനാണ്? അങ്ങനെ വരുമ്പോൾ ആരായാലും സ്വന്തം മകളെപ്പറ്റി അങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ. എന്നാലും തമ്പികൾക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞ് ഒരു ശവമടിയുമ്പോൾ ആരായാലും, ഐ മീൻ പേരൻസ് അല്ല, ഏതേലും ഒരു ബന്ധുവെങ്കിലും അന്വേഷിക്കില്ലേ? അന്വേഷിച്ചിട്ട് നമ്മൾ അറിയാതിരുന്നതാണെങ്കിലോ? അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ അവിടെയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അലങ്കൃത ജോലി രാജിവെച്ചതോ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തതോ അവളുടെ ഒരു ബന്ധുവിനും അറിയില്ല. കാരണം അവളത് വീട്ടിൽ ആരോടും പറഞ്ഞിരുന്നില്ല. ഹോസ്റ്റൽ മെയ്റ്റ്സ് ആരെങ്കിലും ആയിക്കൂടെ? നിനക്കെല്ലാത്തിനും ഉത്തരവുണ്ടല്ലോ സഞ്ജു. പക്ഷേ ആ ഉത്തരത്തിലും ഒരു ദുരൂഹതയുണ്ട്. ഹോസ്റ്റൽ മെയ്റ്റ്സ് ആയിരുന്നെങ്കിൽ അവൾ മിസ്സിംഗ് ആയ കാര്യം എങ്ങനെ അറിഞ്ഞു? അത് ശരിയാണല്ലോ. അപ്പോ നമ്മൾ ഇത്രയും ദിവസം ഓടിയത് ശരിയായ ദിശയിലല്ല, തെറ്റായ വഴിയിലൂടെ ആയിരുന്നല്ലേ? ചേച്ചി ഒരു കില്ലാടി തന്നെ. അതെ, ഈ പുഴയിൽ വീണ ഇലകണക്കെ ഒഴുക്കിനൊപ്പം നീങ്ങിയതാണ് നമ്മൾ ചെയ്ത തെറ്റ്. ഇനി അല്പനേരം ഒഴുക്കിനെതിരെ നീന്തി നോക്കാം. ആ പരാതി കൊടുത്തയാൾ അതാരായാലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഈ കേസ് തീരും. ചേച്ചി വേഗം വണ്ടിയെടുക്ക്, നമുക്ക് ഹോസ്റ്റലിൽ പോയി അന്വേഷിക്കാം. അല്ല, എന്തിനാ ഹോസ്റ്റലിൽ പോകുന്നത്? സ്റ്റേഷനെ തിരക്കിയാൽ പേര് കിട്ടില്ലേ? നീ എന്നേക്കാൾ വലിയ കില്ലാടിയാണല്ലോ സഞ്ജു. അവളെ പ്രശംസിച്ചുകൊണ്ട് സാന്ദ്ര കാറിനുള്ളിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ വാഹനം അവരിരുവരെയും വഹിച്ചുകൊണ്ട് കമ്മീഷണറുടെ ഓഫീസിനെ ലക്ഷ്യമാക്കി കുതിക്കാൻ തുടങ്ങി. സഞ്ജന അക്ഷമയുടെ വണ്ടിക്കുള്ളിലിരുന്ന് കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ടിരുന്നു. എന്തായി ചേച്ചി? സഞ്ജനയുടെ ചോദ്യത്തിൽ ആകാംക്ഷയും അക്ഷമയും നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ ചോദ്യം ഗൗനിക്കാതെ സാന്ദ്ര തിരികെ കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ ചേച്ചി, എന്തായെന്ന് പറ. കാത്തിരിക്കണം, കമ്മീഷണർ ഇവിടെയില്ല, എന്തോ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. ചേച്ചി വിഷമിക്കല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാം അറിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതി. അതല്ലടാ എന്നെ അലട്ടുന്നത്. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സ് പറയുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു കേസിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഡെഡ് എൻഡ് ആകുന്നത്. സാന്ദ്രയുടെ വാക്കുകൾ കേട്ടതും സഞ്ജനയുടെ മുഖത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. പ്ലാൻ ബി ആയാലോ ചേച്ചി? താഴ്ന്ന സ്വരത്തിൽ സഞ്ജന ചോദിച്ചത് കേട്ടതും സാന്ദ്ര സംശയം നിഴലിച്ച മുഖത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് നമുക്കൊരു പ്ലാനും ഇല്ലായിരുന്നല്ലോ, പിന്നെന്ത് പ്ലാൻ ബി? കയ്യിലെ നഖം കടിച്ച് പുറത്തേക്ക് തുപ്പിയ ശേഷം സഞ്ജന റിയർവ്യൂ മിററിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചിക്കില്ലായിരുന്നിരിക്കാം, പക്ഷേ എനിക്കുണ്ടായിരുന്നു. അവൾ പറഞ്ഞു നിർത്തിയതും സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു കാറും അതിനകമ്പടി സേവിച്ചുകൊണ്ട് മുന്നിലും പിന്നിലുമായി 2 ജീപ്പുകളും അവരെ കടന്ന് സ്റ്റേഷന്റെ മുന്നിലെ പോർച്ചിൽ ചെന്നു നിന്നു.
കാറിനുള്ളിൽ നിന്നൊരു പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങിയതും മറ്റു പോലീസുകാർ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് വെച്ചു. അവർക്ക് തിരികെ ഒരു സല്യൂട്ട് നൽകിയ ശേഷം കാറിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ അതിവേഗം സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നീങ്ങി. കമ്മീഷണർ എത്തി. നിന്റെ പ്ലാൻ ബി വന്നിട്ട് കേൾക്കാം. വെയിറ്റ് ഹിയർ സഞ്ജു. സഞ്ജനയോട് വിട പറഞ്ഞുകൊണ്ട് സാന്ദ്ര വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി സ്റ്റേഷന്റെ അകത്തേക്ക് ഓടാൻ തുടങ്ങി. കെവിനും അനീഷും ഇന്നലെ വരെ തങ്ങൾ ഉറങ്ങിയ പുഴയോരത്തെ വീടിന് മുന്നിലിരുന്ന് കല്ലുകൾ പിറക്കി പുഴയിലേക്ക് എറിഞ്ഞുകൊണ്ട് നേരം കൊന്നുകൊണ്ടിരുന്നു. അനീഷേ, എനിക്കൊരു സംശയം. ഈ നാട്ടിൽ താത്ത മാത്രമല്ലല്ലോ ദുർമരണപ്പെട്ടത്. അപ്പോ ബാക്കിയുള്ള ആത്മാക്കളൊക്കെ എവിടെയാ? അത് ശരിയാണല്ലോ. എനിക്ക് തോന്നുന്നത് അവരൊക്കെയും ഇവിടെ തന്നെ കാണുമെന്നാ. ഇപ്പോ നമ്മൾ കല്ലെറിയുന്നത് നോക്കി ചിലപ്പോ പുഴയിലുണ്ടെങ്കിലോ? ആയം പിടിച്ച വലത് കൈ മെല്ലെ താഴ്ത്തിക്കൊണ്ട് അനീഷ് കെവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വെറുതെ പേടിപ്പിക്കല്ലേ. അനീഷിന്റെ മുഖത്തെ ഭയം കണ്ടതും അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കെവിൻ ഉറക്കി ചിരിക്കാൻ തുടങ്ങി. പോകാടാ, അവര് വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. നീ ഇങ്ങനെ പേടിക്കല്ലേടാ. നമ്മളെ താത്തയെ നേരിട്ട് കണ്ടിട്ടും നമുക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോ ഈ നാട്ടിലെ ആത്മാക്കൾക്ക് വേണ്ടത് ഇവിടത്തെ പാവങ്ങളെയല്ല, ആ തമ്പികളെയാ. എന്നാലും ബാക്കിയുള്ള ആത്മാക്കളൊക്കെ എന്താണാവോ സൈലന്റായി ഇരിക്കുന്നത്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത പ്രേതങ്ങളെ കൂടി വിളിച്ചു വരുത്തല്ലേ. ഇങ്ങോട്ട് ഉപദ്രവമൊന്നും ഇല്ലേലും ഈ നാട്ടിലെ പലരെയും പോലെ എനിക്കും പേടിയാ. അനീഷിന്റെ മറുപടിയിൽ ഭയം തുളുമ്പി നിന്നിരുന്നു. കെവിൻ മറ്റൊന്നും ആലോചിക്കാതെ അവനെയും കൂട്ടിക്കൊണ്ട് കവല ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ബുൾഷിറ്റ്. സാന്ദ്ര ദേഷ്യത്തോടെ മേശപ്പുറത്ത് തട്ടി. ഞാൻ എന്തു ചെയ്യാനാ മാഡം? എല്ലാം മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ആ ഒരു പേര് അത് കിട്ടിയിരുന്നെങ്കിൽ ഈ കേസ് ഞാൻ പുഷ്പം പോലെ തെളിയിച്ചേനെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറേ, സത്യത്തിൽ അങ്ങനെയൊരു പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരി ഉണ്ടോ? സാന്ദ്രയുടെ ചോദ്യം കേട്ടതും കമ്മീഷണറുടെ മുഖമാകെ വിളറി വെളുത്തു. അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിനടിയിലും അയാൾ വിയർക്കാൻ തുടങ്ങി. സീ മിസ് സാന്ദ്ര, നിങ്ങളൊരു ഡോക്ടറാണ്, അല്ലാതെ പോലീസുകാരിയൊന്നുമല്ല ഇത്രയ്ക്കും രോഷം കൊള്ളാൻ. പോസ്റ്റ്മോർട്ടവും മറ്റു പ്രൊസീജിയേഴ്സും കഴിഞ്ഞാൽ നിങ്ങളുടെ പണി കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഞങ്ങളുടെ തലവേദനയാണ്. വേണ്ട സാർ, കൂടുതൽ വിശദീകരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ നാറണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ബട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ആ പരാതി തരാൻ ശരിക്കും ഒരാളുണ്ടായിരുന്നോ? അതോ അതും? കമ്മീഷണർ എന്തു പറയണമെന്നറിയാതെ വാതിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇരുവർക്കുമിടയിലെ നിശബ്ദതയെ ഗണ്ഡിച്ചുകൊണ്ട് ഒരു കോൺസ്റ്റബിൾ മുറിയിലേക്ക് കടന്നുവന്ന് കയ്യിലിരുന്ന സീൽ ചെയ്ത കവർ കമ്മീഷണറെ ഏൽപ്പിച്ചു. ശേഷം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആ കവർ കയ്യിലെത്തിയതും അത്രയും നേരം മൂടിക്കെട്ടിയിരുന്ന കമ്മീഷണറുടെ മുഖം പ്രഭാത സൂര്യനെ കണക്ക് തെളിഞ്ഞു. മാഡം ചോദിച്ചതിനുള്ള ഉത്തരം ഈ കവറിലുണ്ട്. അപ്പോ ശരി, ഇറങ്ങുമല്ലേ? കവർ സാന്ദ്രയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. സാന്ദ്ര ആ കവർ വാങ്ങി പൊട്ടിച്ച് അതിലൂടെയൊന്ന് കണ്ണോടിച്ച ശേഷം അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കസരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അവളുടെ കറുത്ത ബൂട്ട്സിനടിയിൽ പോലീസ് സ്റ്റേഷന് വെളിയിലെ മണൽത്തരികൾ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. അവൾ കാറിനുള്ളിലേക്ക് കയറി ഡോറ് ശക്തിയായി വലിച്ചടച്ചു. സാന്ദ്രയുടെ വിവരണമായ മുഖം സഞ്ജനയുടെ ഉള്ളിലെ ആകാംക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും പതിവില്ലാത്ത വിധം ചോദ്യങ്ങൾ അവളുടെ തൊണ്ടക്കുഴിയിൽ ഉടക്കി നിന്നു. ഒരക്ഷരം പോലും ഉരിയാടാതെ സാന്ദ്ര കാറ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ പുറത്തേക്ക് നയിച്ചു. മനസ്സിൽ 1000 സംശയങ്ങളുമായി സഞ്ജന സാന്ദ്രയെ തന്നെ നോക്കിയിരുന്നു. എന്തുപറ്റി ചേച്ചി? ഏറെ നേരത്തെ മൗനത്തിന് ശേഷം സഞ്ജനയിൽ നിന്ന് പുറപ്പെട്ട ആ വാക്കുകളിൽ അതുവരെ ഇല്ലാത്തൊരു വിറയൽ ബാധിച്ചിരുന്നു. നിന്റെ പ്ലാൻ ബി എന്താ? സാന്ദ്രയുടെ അപ്രതീക്ഷിതമായ മറുചോദ്യം സഞ്ജനയിൽ ഞെട്ടലുളവാക്കി. അത് പിന്നെ കേൾക്കുമ്പോൾ മണ്ടത്തരമായി തോന്നും, പക്ഷേ ഇവിടെ ബെസ്റ്റ് അതായിരിക്കും. പ്ലാനൊക്കെ ഞാൻ പറയാം. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം താ. സാന്ദ്ര കാറ് റോഡരികിലേക്ക് ചേർത്ത് നിർത്തിയ ശേഷം സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് ചില്ലിലൂടെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞതാ ശരി. ഈ നാട്ടിൽ നിയമമുണ്ട്. പക്ഷേ നിയമത്തിന് നീതി നൽകാനാവില്ല. അഥവാ അതിനാരെങ്കിലും ശ്രമിച്ചാൽ തന്നെ കണ്ണുകെട്ടിയ നീതിദേവിയുടെ അവസ്ഥയാകും അവരുടെ ജീവിതം. കണ്ണു കാണാതെ വഴിയറിയാതെ ആരുടെയെങ്കിലുമൊക്കെ കൈപിടിച്ച് എവിടേക്കെന്നറിയാതെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ കേസിന് പിന്നാലെ അലയണമെന്നത് ഒരിക്കലും നമ്മുടെ തീരുമാനമായിരുന്നില്ല. മറിച്ച് അത് കുറ്റം ചെയ്തവരുടെ ആവശ്യമായിരുന്നു. ചെയ്ത കുറ്റത്തിനും ചെയ്യാൻ പോകുന്ന കുറ്റത്തിനുമിടയിലുള്ള ഇടവേളകൾക്ക്
ഹരം പകരുന്ന പാവകളായിരുന്നു നമ്മൾ. ചേച്ചി, കാര്യം തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാകണില്ല. സാന്ദ്ര അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തുടർന്നു. ഒരുപാട് ശ്രമിച്ചിട്ടും എവിടെയും എത്താതെ എല്ലാം നിർത്തേണ്ടി വരുമ്പോൾ ഇതുവരെ ചെയ്തതോർത്ത് ആരായാലും അല്പം ഫിലോസഫി പറഞ്ഞു പോകും. ഞാൻ പറഞ്ഞത് എന്താണെന്നാൽ, അലങ്കൃതയുടെ മരണത്തിന് ഈ നാട്ടിലെ നിയമത്തിനും അതിന്റെ കാവൽക്കാർക്കും പങ്കുണ്ട്. ഈ കേസിനൊരു പരാതിക്കാരൻ ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങോട്ടുണ്ടാകുകയുമില്ല. എല്ലാം ആ തമ്പികളുടെ പണത്തിന്റെ ബലമാണ്. ആ പണം എനിക്കും പണി തന്നു. ഐ ആം ട്രാൻസ്ഫേർഡ് ആൻഡ് അസൈൻഡ് ഓൺ അനദർ കേസ്. ഈ നാട്ടിൽ എനിക്കിനിയൊരു 24 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അതിനുള്ളിൽ എല്ലാത്തിനും ഒരു അന്ത്യം കണ്ടെത്തണം. നിറഞ്ഞു തുളുമ്പിയ മിഴികളെ തുടച്ചുകൊണ്ട് സാന്ദ്ര സഞ്ജനയെ നോക്കി. ചേച്ചി വിഷമിക്കണ്ട. എന്റെ പ്ലാൻ വർക്കൗട്ടാകാൻ 24 മണിക്കൂറൊന്നും വേണ്ട. വരാൻ പോകുന്ന ഈ ഒരു രാത്രി മതി. ചേച്ചി ഇങ്ങ് അടുത്തിരുന്നേ, ഞാൻ എല്ലാം പറയാം. സഞ്ജന സീറ്റിൽ നിന്ന് ഉയർന്ന് സാന്ദ്രയുടെ ചെവിയിലെന്തോ മന്ത്രിച്ചതും അവൾ അത്ഭുതത്തോടെ സഞ്ജനയെ നോക്കി. നമ്മൾ തെറ്റൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, പിന്നെന്തിനാ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? അത് ഞാൻ പുഴയോരത്ത് കിടന്നുറങ്ങിയ ആ രാത്രിയില്ലേ, അന്ന് ഇതേ കാര്യമാ താത്ത എന്റെ ചെവിയിൽ മന്ത്രിച്ചത്. അതിൽ പകുതി മാത്രമേ ഞാൻ അനുസരിച്ചുള്ളൂ. ബാക്കി പകുതി കേസ് കയ്യിൽ നിന്ന് പോയാൽ ചെയ്യാമെന്ന് കരുതി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നീയും അതേ കാര്യം തന്നെ പറയുമ്പോൾ ഈ ഒരു ദിവസത്തിനു വേണ്ടി എന്നോ പ്ലാൻ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെയും ഒരാത്മാവിന്റെയും ഇടയിലേക്ക് വന്നു കയറിയ ഒരു പാവയാണ് ഞാനെന്ന് തോന്നിപ്പോകുന്നു. സാന്ദ്രയുടെ മറുപടി കേട്ടതും സഞ്ജന ഭ്രാന്തമായി ചിരിക്കാൻ തുടങ്ങി. അല്പനേരം ശങ്കിച്ചിരുന്നെങ്കിലും സാന്ദ്രയും അവളുടെ ചിരിയിൽ പങ്കുചേർന്നുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. കെവിനും അനീഷും പരസ്പരം നോക്കി നെടുവേർപ്പിട്ടുകൊണ്ട് സാന്ദ്രയുടെ സാധനങ്ങൾ ഓരോന്നായി കാറിലേക്ക് എടുത്തു വെച്ചു. അവർക്കിടയിൽ നിറഞ്ഞു നിന്ന മൗനത്തിന് വിടപറയലിന്റെ വേദനയേക്കാൾ ഉപരി നാളെയെക്കുറിച്ചുള്ള ആകുലതകളുടെ പരിവേഷമായിരുന്നു. കെവിൻ മെല്ലെ തലയുയർത്തി താഴെ പടിക്കെട്ടിലെ മരച്ചുവട്ടിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന സാന്ദ്രയെയും സഞ്ജനയെയും നോക്കി. ഡാ, നോക്കി നിൽക്കാതെ ബാക്കി കൂടെ കയറ്റ്. അനീഷിന്റെ ശബ്ദം കെവിന്റെ ശ്രദ്ധ തിരിച്ചു. നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചേച്ചി പോയി കഴിയുമ്പോൾ നമുക്കെന്താ സംഭവിക്കുമെന്ന്? അനീഷിന്റെ ചോദ്യം കേട്ട് കെവിൻ നിർനിമേഷനായി അവനെ നോക്കി പറഞ്ഞു. അറിയില്ല, പക്ഷേ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുവെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമ്മൾ വേണ്ടാത്ത സൗഹൃദത്തിൽ ചെന്ന് ചാടിയോ എന്നൊരു തോന്നൽ ഇന്നലെ മുതൽ മനസ്സിലുണ്ട്. ചേച്ചി പോയാൽ ആ തമ്പികൾ വീണ്ടും തലപൊക്കും. അങ്ങനെ വന്നാൽ നമ്മൾ 3 പേർക്കും മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് വരെ ആപത്താണ്. എന്തു ചെയ്യണമെന്നറിയില്ലടാ. എന്താണ് രണ്ടാളും കൂടി ഒരു ചർച്ച? സാന്ദ്രയുടെ ശബ്ദം കേട്ട് ഇരുവരും തലയുയർത്തി അവളെ നോക്കി. വിഷമിക്കണ്ടടാ പിള്ളേരെ, ഞാൻ പോയാലും നിങ്ങൾക്കൊന്നും പറ്റില്ല. അത് ഞാൻ തരുന്നുറപ്പല്ല, ഈ സുന്ദരിപ്പുഴ തരുന്നുറപ്പാണ്. അതിനെല്ലാം വഴിതെളിച്ചത് ദേ ഈ കുരുപ്പും ഇവളുടെ അമ്മൂമ്മയുമാണ്. സാന്ദ്രയുടെ പുകഴ്ത്തൽ കേട്ട് സഞ്ജന തലയുയർത്തി നിന്ന് തന്റെ കൂട്ടുകാരെ നോക്കി പുഞ്ചിരിച്ചു. അവസാനത്തെ ബാഗും ഡിക്കിയിലേക്ക് വെച്ച ശേഷം അനീഷ് വണ്ടിയുടെ ടയറിൽ ചാരി തറയിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. അപ്പോ ഇനി എന്താ പരിപാടി? കാത്തിരിപ്പ്. കളിക്കാരും കളവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇരുട്ടുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. അതൊക്കെ ഓക്കെ, അതുവരെ എന്തു ചെയ്യും? കെവിന്റെ ചോദ്യം കേട്ട് സാന്ദ്ര അല്പനേരം മൗനം പാലിച്ച ശേഷം മൊഴിഞ്ഞു. പാർട്ടി ടൈം. നമ്മൾ ടൗണിലേക്ക് പോകുന്നു. ബിയറും ഫുഡും വാങ്ങി തിരിച്ചു വന്ന് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുന്നു. ശേഷം കളി കാണാൻ തുടങ്ങും. കേറിക്കോ മക്കളെ. മൂവരും ആർപ്പുവിളികളോടെ വണ്ടിക്കുള്ളിലേക്ക് കയറി. ആ പഴയ വാഹനം കിതച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. കയ്യിലിരുന്ന ബിയർ ബോട്ടിലിന്റെ കഴുത്തിൽ മെല്ലെ തലോടിക്കൊണ്ട് സഞ്ജന പുഴയിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കുടിക്കുന്നില്ലേടി? അനീഷിന്റെ ചോദ്യം അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. നിങ്ങളടിക്ക്, എനിക്ക് സമയമായില്ല. മറുപടി നൽകിയ ശേഷം പുഴയിലേക്ക് നോക്കിയ സഞ്ജനയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. പുഞ്ചിരിയോടെ പുഴയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവള് പറഞ്ഞു, കളി തുടങ്ങാൻ പോകുന്നു. നിലത്തിരുന്ന കെവിനും സാന്ദ്രയും പൊടുന്നനെ ചാടിയെഴുന്നേറ്റ് സഞ്ജനയുടെ അരികിലേക്ക് ചെന്നു. പുഴയുടെ മധ്യത്തിലായി തെളിഞ്ഞു നിന്ന പ്രാന്തൽ വിളക്ക് അനീഷിലും കെവിനിലും ഭയമുണർത്തിയെങ്കിലും അവരത് പുറത്തു കാട്ടാതെ സാന്ദ്രയോട് ചേർന്ന് നിന്നുകൊണ്ട് പുഴയിലേക്ക് തന്നെ നോക്കി. ആ 4 പേരും നോക്കി നിൽക്കെ പുഴയിലെ ദീപങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. സുന്ദരിപ്പുഴയുടെ മാറിൽ ഉദിച്ചുയർന്ന ആ ദീപങ്ങൾ
മെല്ലെ കരയോടടുക്കാൻ തുടങ്ങി. സഞ്ജന തന്റെ കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ തുറന്ന് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ഓളങ്ങളിൽ ആടിയുലഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ദീപങ്ങളെ നോക്കി കണ്ണിറുക്കി. പുഴയിൽ നിന്നൊരു പ്രകാശബിംബം കൽപ്പടവിലേക്ക് കയറി അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു. പതിയെ ആ പ്രകാശം മനുഷ്യരൂപം കൈവരിക്കാൻ തുടങ്ങി. കാലുകൾ തറയിലൂന്നി നിവർന്നു നിന്ന ആ രൂപത്തിനു പിന്നിൽ പുഴയിലായി അനേകം വിളക്കുകൾ ചാഞ്ചാടിക്കൊണ്ടിരുന്നു. ആ രൂപം തന്റെ കൈകൾ ഉയർത്തി തലയിലെ തട്ടം വലിച്ചു നേരെയിട്ട ശേഷം തലതിരിച്ച് പുഴയിലേക്ക് നോക്കി എന്തോ മന്ത്രിച്ചതും പുഴയിൽ തെളിഞ്ഞു നിന്ന ദീപങ്ങൾ ഓരോന്നായി ആ രൂപത്തിന് നേർക്ക് ഒഴുകി അടുക്കാൻ തുടങ്ങി. താത്ത. ആ വാക്കുച്ചരിക്കുമ്പോൾ അനീഷിന്റെ ശബ്ദത്തിൽ വിറയൽ പടർന്നു കയറിയിരുന്നു. സഞ്ജന അവന്റെ കൈകളിൽ ബലമായി പിടിച്ച് അവന് ധൈര്യം നൽകാൻ ശ്രമിച്ചു. പടവിൽ നിൽക്കുന്നത് താത്തയാണെങ്കിൽ പുഴയിലെ മറ്റു ദീപങ്ങൾ അതെന്താ? എന്താ ഇവിടെ നടക്കുന്നത്? കെവിന്റെ സംശയം കേട്ട് സാന്ദ്ര അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ മരണപ്പെട്ടത് താത്ത മാത്രമല്ലല്ലോ. ഇത്രയും നാളുകൊണ്ട് തമ്പികൾ കൊന്നുകൂട്ടിയവരെല്ലാം ഒന്നിച്ചുകൂടുന്ന രാത്രിയാണിത്. ഒരു കരാള രാത്രി. ആ മറുപടി അനീഷിലും കെവിനിലും വല്ലാത്തൊരു ഞെട്ടലുളവാക്കി. ഇന്നുവരെയില്ലാത്ത പ്രേതങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടിയപ്പോൾ സമാധാനമായോടെ തണ്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്നോട് അനാവശ്യ കാര്യങ്ങൾ വിളിച്ചു കൂവരുതെന്ന്. അനീഷിന്റെ വാചകങ്ങൾ പൂർണ്ണതയിലെത്തുന്നതിനു മുൻപേ കെവിൻ ബോധരഹിതനായി നിലത്തേക്ക് പതിച്ചു. സാന്ദ്രയും അനീഷും സഞ്ജനയും അവനരികിലിരുന്ന് പരസ്പരം ഉറ്റുനോക്കി. പുറത്തെ മഞ്ഞിന്റെ പുതപ്പിനിടയിലൂടെ ഓരോ ദീപങ്ങളും താത്തയുടെ ശരീരത്തിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ടിരുന്നു. താത്ത തന്റെ 2 കരങ്ങളും ഇരുവശത്തേക്കും നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രകാശം പരത്തുന്ന പ്രതിമ കണക്കെ പടവിൽ നിലകൊണ്ടു. ഓരോ ദീപങ്ങളും അപ്രത്യക്ഷമാകുന്നതിനനുസരിച്ച് താത്തയുടെ രൂപത്തിന്റെ വലിപ്പവും പ്രകാശവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ ദീപവും തന്നിലേക്ക് വന്നു ചേർന്നതും ആ രൂപത്തിൽ നിന്ന് ശക്തമായൊരലർച്ച ഉയർന്നു പൊങ്ങി അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങാൻ തുടങ്ങിയതും ഒരു ഐസ് കട്ട പോലെ മരവിച്ചിരുന്ന അനീഷും ബോധം മറഞ്ഞ് തറയിലേക്ക് പതിച്ചു. ആ ശബ്ദത്തിന്റെ ആവൃത്തി സഹിക്കാനാവാതെ സഞ്ജനയും സാന്ദ്രയും തങ്ങളുടെ ചെവികൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഭയത്തോടെ പരസ്പരം നോക്കി. വിറയാർന്ന ശബ്ദത്തിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും താത്തയുടെ അലർച്ചയിൽ ആ 2 കുഞ്ഞു ജീവനുകളുടെ വാക്കുകൾ മുങ്ങിപ്പോയി. പുറത്ത് മഞ്ഞിന്റെ വലയം കൂടുന്നതിനനുസരിച്ച് അവരുടെ ഉള്ളിലും ഭയം വളരാൻ തുടങ്ങി. സഞ്ജന തന്റെ കണ്ണുകളിലെ ഭയം മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാന്ദ്രയും ബോധം നശിച്ച് നിലത്തേക്ക് വീണത് അവളിൽ പരിഭ്രാന്തി ഉണർത്തി. ആ 3 ശരീരങ്ങളിലേക്കും പുറത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് സഞ്ജന ആ ഇരിപ്പ് തുടർന്നതും തന്റെ ചെവികളിൽ താത്ത എന്തോ മന്ത്രിക്കുന്നതായി അവൾക്ക് തോന്നി. ചെവികൾ പൊത്തിയിരുന്ന കൈകൾ സാധാരണഗതിയിലാക്കിയ ശേഷം മെല്ലെ തറയിൽ നിന്നെഴുന്നേറ്റു. അവളുടെ കാലുകൾ ആരുടെയോ ആജ്ഞയനുസരിച്ച് ചലിക്കാൻ തുടങ്ങി. മുറിയുടെ പുറത്തേക്കിറങ്ങിയ സഞ്ജന കടവിൽ നിന്ന് ഉച്ചത്തിൽ അലറുന്ന താത്തയുടെ രൂപത്തെ നോക്കി തന്നാലാകും വിധം ഉച്ചത്തിൽ അലറിയതും കടവിൽ നിന്നിരുന്ന രൂപം പൊടുന്നനെ വായുവിൽ നൃത്തം ചെയ്തുകൊണ്ട് സഞ്ജനയുടെ നേർക്ക് പാഞ്ഞെടുത്തു. ആ രൂപം തന്റെ സർവ്വശക്തികളോടും കൂടെ സഞ്ജനയുടെ ശരീരത്തെ പൊതിഞ്ഞു നിന്നു. താത്തയുടെയും മറ്റാത്മാക്കളുടെയും വേദന നെഞ്ചിലേറ്റിക്കൊണ്ട് സഞ്ജനയുടെ ശരീരം വായുവിൽ ഉയർന്നു പൊങ്ങി. ഒരു തീഗോളം കണക്കി ജ്വലിച്ചുകൊണ്ട് ആ ഗ്രാമത്തിന്റെ മധ്യത്തിലായി നിന്നിരുന്ന തമ്പികളുടെ വീട് ലക്ഷ്യമാക്കി കുതിക്കാൻ തുടങ്ങി. അലക്ഷ്യമായി പാറിപ്പറക്കുന്ന തട്ടവുമായി സഞ്ജന ആ വീടിന്റെ മുറ്റത്ത് കാലുകൾ ഉറപ്പിച്ചു നിന്നുകൊണ്ട് ഗ്രാമത്തെ നടുക്കുമാർ ഉച്ചത്തിൽ അലറിയ ശേഷം കൊടുങ്കാറ്റ് കണക്കെ ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അത്രയും നാൾ അടക്കി വെച്ചിരുന്ന വേദനകളും കോപവും അഴിച്ചുവിട്ട് പ്രതികാരത്തിനായി തുടിക്കുന്ന ആത്മാക്കളെയും പേറിക്കൊണ്ട് സഞ്ജനയുടെ ശരീരം ഓരോ മുറികളിലായി കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ തേടൽ പൂജാമുറിയുടെ മുന്നിൽ അവസാനിച്ചു. കാറ്റിന്റെ ശക്തിയാൽ തകർന്നു വീണ വാതിലിനു പിന്നിൽ ദേവീ വിഗ്രഹത്തെയും പുണർന്നുകൊണ്ട് ഭയന്നു വിറച്ചിരുന്ന ആ 4 പേരെയും നോക്കി അവൾ ഉച്ചത്തിൽ അട്ടഹസിച്ചു. ആ കിരാതമായ അട്ടഹാസത്താൽ തമ്പികളിലും സുമംഗലിയിലും ഭയത്തിന്റെ തിരമാലകൾ ഒന്നുകൂടി ശക്തിയായി തലതല്ലിക്കൊണ്ടിരുന്നു. അവർ വിഗ്രഹത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ അതിലേക്ക് നോക്കിയെങ്കിലും അവരുടെ ഉള്ളിൽ ആശയുടെ വേലിയേറ്റം സമ്മാനിച്ചുകൊണ്ട് വിഗ്രഹം ചുട്ടുപഴുക്കാൻ ആരംഭിച്ചു. ശേഖരനും സുമംഗലയും ബാലനും സുരേന്ദ്രനും വിഗ്രഹത്തിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് പിന്നിലേക്ക് നീങ്ങിയിരുന്നു. വിഗ്രഹത്തിൽ നിന്ന് പ്രകാശം ചുറ്റിനും പരക്കാൻ തുടങ്ങി. ആ 4 സംഘം കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ദേവീസ്തുതികൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നു.
സഞ്ജനയുടെ അട്ടഹാസം മെല്ലെ കുറഞ്ഞ് ശാന്തമായി തീർന്നതും മുറിയിൽ നിറഞ്ഞു നിന്നിരുന്ന ദേവീ ചൈതന്യം മെല്ലെ മുകളിലേക്ക് ഉയരാൻ ആരംഭിച്ചു. ആ 4 ദുഷ്ടമനസ്സുകൾക്ക് പ്രതീക്ഷയുടെ തരിമ്പ് വെളിച്ചം നൽകിയ ശേഷം നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആ പ്രകാശം ഉയർന്നുയർന്ന് ആകാശത്തിൽ എവിടെയോ മറഞ്ഞു. പെട്ടെന്ന് എങ്ങുനിന്നോ മഞ്ഞിന്റെ മൂടുപടം ആ വീടിനെയാകെ വിഴുങ്ങാൻ തുടങ്ങി. വികൃതമായ ചിരിയോടെ സഞ്ജന തമ്പികളുടെ നേർക്ക് കൈനീട്ടി എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാട്ടിയതും ശേഖരൻ തമ്പിയുടെയും മക്കളുടെയും കാലിലെ അസ്ഥികൾ നുറുങ്ങുന്ന ശബ്ദം ആ മുറിയിലാകെ മുഴങ്ങി. അവരുടെ നിലവിളികളുടെ അലയൊളികൾ അവസാനിക്കുന്നതിന് മുൻപേ സഞ്ജന സുമംഗലയെ വായുവിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ എവിടെയോ മറഞ്ഞു. ശേഖരനും മക്കളും വേദന കടിച്ചമർത്തിക്കൊണ്ട് നിലത്തുകൂടെ ഇഴഞ്ഞു നീങ്ങാൻ ആരംഭിച്ചതും കൊടുങ്കാറ്റ് കണക്കെ സഞ്ജന അവരുടെ മുന്നിൽ പ്രത്യക്ഷയായി. അവൾ തന്റെ കൈകൾ വായുവിൽ വിരിച്ച് മഞ്ഞുകണങ്ങളാൽ ചങ്ങല തീർത്ത് മൂവരുടെയും കഴുത്തിൽ കുടുക്കി അവരെയും വലിച്ചുകൊണ്ട് പുഴയെ ലക്ഷ്യമാക്കി നീങ്ങാൻ ആരംഭിച്ചു. ശബ്ദ കോലാഹലങ്ങൾ കേട്ട് കയ്യിൽ പന്തങ്ങളും ടോർച്ചുമായി ഓടിയെടുത്തുകൊണ്ടിരുന്ന ഗ്രാമീണരുടെ മധ്യത്തിലൂടെ അവൾ തന്റെ പ്രയാണം തുടർന്നു. അന്നുവരെ കണ്ടിട്ടില്ലാത്ത താത്തയുടെ രൗദ്രഭാവം അവരിൽ ഭയമുണർത്തിയെങ്കിലും ബഹുമാനത്തോടെ ഗ്രാമീണർ ആ രൂപത്തിനു മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അന്തരീക്ഷത്തിലൂടെ ഒഴുകി ഒഴുകി സഞ്ജന കടവിന്റെ പടവുകൾ ഇറങ്ങി പുഴയുടെ ആഴങ്ങളിലേക്ക് ഊടിയിട്ടു. മുട്ടുകുത്തിയിരുന്ന ഗ്രാമീണർ പുഴയുടെ മധ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഈ നാടിന്റെ ശപിക്കപ്പെട്ട നാളുകൾ തീർന്നു. കൂട്ടത്തിലാരോ മന്ത്രിക്കുന്നത് കേട്ട് അവരേവരും കയ്യിലിരുന്ന പന്തങ്ങളും ടോർച്ചുകളും മറ്റായുധങ്ങളും തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുഴയിലേക്ക് നോക്കി ആഹ്ലാദത്തോടെ ആരവങ്ങൾ ഉയർത്താൻ ആരംഭിച്ചു. മൂടൽമഞ്ഞിന്റെ മൂടുപടം അലിഞ്ഞില്ലാതായതും ആളുകൾ തങ്ങളുടെ ആഘോഷം അവസാനിപ്പിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. എങ്കിലും അവരുടെ ഉള്ളിൽ സുമംഗലയുടെ തിരോധാനം ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിന്നിരുന്നത് പിറുപിറുക്കലുകളായി അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സഞ്ജു, എടി സഞ്ജു, എഴുന്നേൽക്കാൻ. കെവിന്റെ ഇടറിയ ശബ്ദം ആ മുറിക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ശവം പോലെ കിടന്നിരുന്ന സഞ്ജനയുടെ ശരീരത്തെ നോക്കി അനീഷ് കൈകൾ കൂട്ടിത്തിരുമ്മി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. സാന്ദ്രമേലെ അവളുടെ അരികിലിരുന്ന് CPR നൽകാൻ ശ്രമിച്ചതും ഒരലർച്ചയോടെ കെവിൻ പിന്നിലേക്ക് വീണു. ഞെട്ടിത്തെറിച്ച് സാന്ദ്രയും അനീഷും കെവിനെ നോക്കി. അവൻ നിലത്ത് കിടന്ന് നെഞ്ചിൽ ശക്തിയായി തടവിക്കൊണ്ടിരുന്നു. കെവിന്റെ കൈകൾക്ക് പിന്നിലായി അവന്റെ ഷർട്ടിൽ സഞ്ജനയുടെ കാലിന്റെ പാട് കടലാസിൽ സീൽ വെച്ചതുപോലെ പതിഞ്ഞിരുന്നു. സാന്ദ്രയുടെയും അനീഷിന്റെയും ഞെട്ടൽ വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിരിക്ക് വഴിമാറി. കനം തൂങ്ങിയ കണ്ണുകളുമായി മെല്ലെ എഴുന്നേറ്റിരുന്ന് സഞ്ജന ചുറ്റിനും നോക്കി. എന്തായി? അവൾ കൈ ഉയർത്തി തലയിൽ അമർത്തി തടവിക്കൊണ്ട് ചോദിച്ചു. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ. അല്ല, അതിനും മീതെയായി. പക്ഷേ ശുഭസൂചനയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. കടവിൽ ആരൊക്കെയോ കുറച്ചുപേർ നിൽക്കുന്നുണ്ട്. വാ, നമുക്ക് നോക്കാം. സാന്ദ്രയുടെ വാക്കുകൾ സഞ്ജനയിൽ പുഞ്ചിരി ഉണർത്തിയെങ്കിലും ശക്തമായ തലവേദന അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ഇന്നലെ രാത്രി ആരോ എന്റെ ചെവിയിൽ മന്ത്രിച്ചു, ശരീരം വേണമെന്ന്. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒപ്പിലെ തലവേദന. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ സഞ്ജന പിറുപിറുത്തുകൊണ്ടിരുന്നു. തലവേദന എടുക്കും, അമ്മാതിരി അലർച്ചയല്ലായിരുന്നു. അതുമാത്രോ, ഈ കെവിൻ ഒറ്റൊരുത്തൻ ചോദിച്ച ചോദ്യം കാരണം ലോകത്തുള്ള ആത്മാക്കൾ മുഴുവൻ പുറത്തേക്കിറങ്ങി വന്ന രാത്രിയായിരുന്നു ഇന്നലെ. എന്നിട്ട് ആദ്യം ബോധം കെട്ടതും ആ ധൈര്യശാലി തന്നെ. അനീഷിന്റെ സംസാരത്തിൽ നിറഞ്ഞു നിന്ന അത്ഭുതവും പരിഹാസവും കേട്ട് കെവിൻ തലകുനിച്ച് നിലത്ത് കിടന്ന ചെറിയ കല്ലുകൾ തട്ടി നീക്കിക്കൊണ്ട് അവരുടെ മുന്നിലായി നടന്നു. ആഹാ, സാർ ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഇവിടെ നടന്ന പുകിലുകൾ വല്ലത് അറിഞ്ഞു? കടവിൽ നിന്ന് നാട്ടുകാരിൽ ഒരാളുടെ ചോദ്യം കേട്ട് സാന്ദ്ര ചോദ്യരൂപേണ അവരുടെ നേർക്ക് നോക്കി. എന്റെ സാറേ, ശേഖര തമ്പിയും മക്കളും ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. അല്ല, താത്ത അവരെ അങ്ങ് തീർത്തു. ശവത്തിന്റെ തലയൊഴികെ ബാക്കി ഭാഗം മുഴുവനും വർക്കിച്ചായന്റെ തൊഴുത്തിലെ പശു ഇടുന്ന ചാണകത്തിന്റെ പരുവമായിരുന്നു. അവർക്കത് കിട്ടണമായിരുന്നു. ഇതിച്ചിരി താമസിച്ചെന്നേ ഉള്ളൂ. അയാളുടെ മറുപടി സാന്ദ്രയിൽ സംശയങ്ങളുടെ മറുചോദ്യം ഉണർത്തി. എന്നിട്ട് ബോഡി എവിടെ? ആകെ 3 മാത്രമേ കിട്ടിയുള്ളൂ. 3 കിട്ടിയത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ നിന്നാ. പോലീസുകാരൊക്കെ ഇപ്പോ തമ്പിയുടെ വീട്ടിൽ കാണും. അല്ല, സാറിനെ എന്താ അവർ വിളിക്കാഞ്ഞത്? അത് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരുന്നു ഇന്നലെ വൈകിട്ട്. അതുകൊണ്ടായിരിക്കും. ഞാനൊന്ന് ആ വീട്ടിൽ പോയി നോക്കട്ടെ. കുറച്ചു ദിവസം ഇവിടെ താമസിച്ചതല്ലേ, എല്ലാം അറിയാനൊരാകാംക്ഷ. അപ്പോ ശരി ചേട്ടാ. അയാളോട് വിട പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞന്വേഷണ സംഘം തമ്പിയുടെ വീട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. എന്നാലും
ആ തള്ള എവിടെ പോയി? സഞ്ജനയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ അവർ പരസ്പരം നോക്കി. ആൾക്കൂട്ടത്തിനിടയിലൂടെ തിക്കിത്തിരക്കി സാന്ദ്ര മുന്നിലേക്ക് കയറി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കമ്മീഷണർ. പരിചിതമായ ശബ്ദം കേട്ട് കമ്മീഷണർ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയതും സാന്ദ്രയുടെ മുഖം അയാളുടെ കണ്ണുകളിൽ ഉടക്കി. സാന്ദ്ര അയാളുടെ അരികിലേക്ക് കടന്നു ചെന്നു. മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനോർത്ത് ഇന്നലെ തന്നെ പോയി കാണുമെന്ന്. അത്ര നല്ല മോർണിംഗ് ഒന്നുമല്ല ഇന്നത്തേത്. എന്നാലും ഇത് ചെയ്തത് ആരാണാവോ? ഒരു വല്ലാത്ത ചെയ്തായി പോയി. എന്താണ് സാറേ കേസിന്റെ സ്റ്റാറ്റസ്? ഈ വീട്ടിൽ നിന്നും കിട്ടിയ ഒരു ഡെഡ് ബോഡി അടക്കം ആകെ 4 എണ്ണമായി ഇപ്പോൾ. തമ്പി കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതൊന്നുമല്ല അത്ഭുതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ നിന്ന് മിസ്സായ 10 പെൺകുട്ടികൾ ഈ വീടിന്റെ നിലവറയിൽ നിന്ന് ജീവനോടെ കണ്ടെടുക്കപ്പെട്ടു. അവർക്കിടയിലാ തമ്പിയുടെ പെങ്ങൾ സുമംഗലയുടെ മൃതദേഹം കിടന്നിരുന്നത്. എന്തൊക്കെയാണാവോ ഈ ഓടങ്കേറാമൂലയിൽ സംഭവിച്ചതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും നമുക്ക് തലവേദനയായി. നമുക്കല്ല സാറേ, എന്നെ ഇന്നലെ സ്ഥലം മാറ്റിയതല്ലേ. ഇത് നിങ്ങളുടെ മാത്രം തലവേദനയാണ്. അപ്പോ പണി നടക്കട്ടെ, ഞാൻ ഇറങ്ങുക. ഒരുപാട് ദൂരെയാ ജോയിൻ ചെയ്യാനുള്ള സ്ഥലം. ഓക്കെ സർ, ബൈ. പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് വിജയീ ഭാവത്തോടെ മുഖത്തൊരു പുഞ്ചിരിയുമായി സാന്ദ്ര തിരികെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി. കമ്മീഷണർ അവളെ നോക്കി പല്ലിറുമ്മിക്കൊണ്ട് നിലത്ത് ആഞ്ഞു ചവിട്ടി. വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടതൊന്നും. എന്നാലും അവരെന്തിനാ ആ ചേച്ചിമാരെയൊക്കെ നിലവറയിൽ പൂട്ടിയിട്ടിരുന്നത്? എന്റെ കെവിനെ, ഇന്നലെ പോയ ബോധം നിനക്കിതുവരെ തിരിച്ചു കിട്ടിയില്ലേ? പൂട്ടിയിട്ടാൽ തമ്പികൾക്ക് കഴപ്പ് ഇടയ്ക്കിടെ നിലവറയിൽ ചെന്ന് തീർക്കാലോ. സോറി ചേച്ചി, എന്റെ ദേഷ്യം കാരണം പറഞ്ഞു പോയതാ. പിന്നീട് അലങ്കൃത ചേച്ചിയുടെ പിന്നാലെ പോയി അവർ അവസാനം സ്വന്തം കുഴി തോണ്ടി. പക്ഷേ എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യമുണ്ട്. ഇത്രയും ആത്മാക്കളെ ആരായിരിക്കും മോചിപ്പിച്ചത്? സഞ്ജനയുടെ ചോദ്യത്തിന് പിന്നാലെ മൂവരുടെയും നോട്ടം സാന്ദ്രയിലേക്ക് തിരിഞ്ഞു. ചെറുപുഞ്ചിരിയോടെ മൂടുപടമിട്ടുകൊണ്ട് അവൾ ആ ചോദ്യം ഒഴിവാക്കിക്കൊണ്ട് കാറിനുള്ളിലേക്ക് കയറി. ഇപ്പൊ പോണോ ചേച്ചി? ഇനി ഇങ്ങോട്ട് വരുവോ? ഗദ്ഗതത്തോടെയുള്ള അനീഷിന്റെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞു. പോണം. ഇന്ന് വൈകിട്ട് ജോയിൻ ചെയ്യാനാ ഓർഡർ. ഈ ഗ്രാമവും വിശ്വാസങ്ങളും താത്തയെയും ഈ കുട്ടി ഡിറ്റക്റ്റീവുകളെയും എനിക്കും മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഞാൻ ഇറങ്ങാം. എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനിയും നിന്നാൽ എനിക്ക് തന്നെ കരച്ചിൽ വരും. അവരോട് വിട പറഞ്ഞുകൊണ്ട് ആ പഴയ ബെൻസുകാർ ഗ്രാമവീതിയിലൂടെ അതിവേഗം കുതിച്ചു പാഞ്ഞു. അല്പനേരം ആ കാറ് പോയ ദിശയിലേക്ക് നോക്കി നിന്ന ശേഷം ശൂന്യമായ മനസ്സോടെ മൂവരും പടവുകളിറങ്ങി സുന്ദരിപ്പുഴയിലേക്ക് കാലിട്ട് തണുപ്പ് നുകരാൻ തുടങ്ങി. സഞ്ജു, ഇനി നീയാണോ ആ ആത്മാക്കളെയെല്ലാം മോചിപ്പിച്ചത്? ഓടാ, ഇനിയും ചവിട്ട് വേണോ? കെവിൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നെഞ്ചിൽ അമർത്തി തടവി. ഗ്രാമത്തിലെ വഴിയിൽ നിന്നും തിരിഞ്ഞ് പ്രധാന പാതയിലേക്ക് കയറിയ കാറിലിരുന്നു കൊണ്ട് സാന്ദ്ര കണ്ണീർ തുടച്ചു. ഹൈവേയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ആ വാഹനം സുന്ദരിപ്പുഴയുടെ മുകളിലെ പാലത്തിലേക്ക് കയറിയതും സാന്ദ്ര വണ്ടി നിർത്തി പുഴയിലേക്ക് നോക്കിയ ശേഷം അരികിലെ സീറ്റിലിരുന്ന ബാഗിനുള്ളിൽ നിന്ന് ഒരു പൊതിയെടുത്ത് പുറത്തേക്കെടുത്തു. താങ്ക്സ് താത്തേ. സ്വപ്നമോ സത്യമോ എന്നറിയില്ലെങ്കിലും തളച്ചിടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ മോചിപ്പിക്കാനുള്ള വഴി പറഞ്ഞു തന്നതിന്. നിങ്ങൾ കാവൽ നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ ഇനിയൊരു തമ്പി ഉണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ്. പട്ടുതുണികളും ചരടുകളും ഒട്ടനവധി ആണികളും അടങ്ങിയ ആ പൊതിയിലേക്ക് നോക്കി അവൾ മന്ത്രിച്ചുകൊണ്ട് അവൾ ആ പൊതിക്കെട്ട് പുഴയിലേക്ക് എറിഞ്ഞു. സുന്ദരിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് ഉളിയിട്ടുകൊണ്ടിരുന്ന ആ പൊതിക്കെട്ടിനേക്കാൾ വേഗത്തോടെ സാന്ദ്ര നിറഞ്ഞ മനസ്സോടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.